അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ പിടിച്ച ബട്ടർ നട്ടാണ്. അപ്പോൾ 2-3 പിടിച്ചായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് അതൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഈ വർഷം ആദ്യമായിട്ടായി ബട്ടർ നട്ട് ചെയ്യുന്നത്. ഈ വർഷമല്ല, ഞാൻ ആദ്യമായിട്ടാണ് മൊത്തത്തിൽ ബട്ടർ നട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടർ നട്ട് എടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് പുഴുങ്ങിയെടുക്കാനേ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർ നട്ട് ഇന്ന് എടുത്തിട്ടേ നമുക്കിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചേ ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിളവെടുത്തുകൊണ്ട് വന്ന ബട്ടർ നട്ടാണ്. ഈ ബട്ടർ നട്ട് നമുക്ക് ഇന്നൊന്ന് പുഴുങ്ങിയാലോ. വെറുതെ അല്ല നമ്മൾ പുഴുങ്ങുന്ന, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ഈ ബട്ടർ നട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. കറക്റ്റ് മത്തങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ സംഭവം. ഉണ്ടോ, കറക്റ്റ് ഒരു മത്തങ്ങയുടെ ഇതുപോലെ തന്നെയാണ്. ഈ പച്ചയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് മത്തങ്ങ തന്നെയാണ്. പക്ഷെ പുഴുങ്ങി കഴിയുമ്പോൾ ആ ടേസ്റ്റ് മത്തങ്ങയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിനകത്തേ തേങ്ങാപ്പാൽ ഒഴിക്കാവേ. കട്ടി നമുക്കിതിനകത്ത് ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് കളയാം. മത്തങ്ങയുടെ അരി പോലെ തന്നെ ഉള്ള സീഡാണ് അത്. ഇതിൻ്റെ അരി ഹൈബ്രിഡ് ആയതുകൊണ്ട് കളിക്കുമോ അറിയത്തില്ല. നമ്മളിതിൻ്റെ സീഡ് ഫുൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നല്ലൊരു കുഴിയായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്കിതിനകത്തേ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ ആദ്യമേ ഇല വാട്ടി അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനകത്ത് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സാധനത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ അതിനകത്തോട്ട് തന്നെ ഇറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനെ ഒന്ന് കെട്ടാവേ. കെട്ടിയിട്ട് നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് പുഴുങ്ങിയ ബട്ടർ നട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫോയിൽ പേപ്പർ എടുത്ത് ആദ്യമേ ഞാനൊന്ന് ആവി കയറ്റിയത് നോക്കിയപ്പോൾ റെഡി ആയില്ല. പിന്നെ ഞാൻ ഫോയിൽ പേപ്പർ എടുത്ത് മാറ്റിയപ്പോഴാണ് ക്ലിയർ ആയത്. വെണ്ണ പോലെ നമ്മുടെ ബട്ടർ നട്ട് നല്ലതായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഉപ്പും എല്ലാം കൂടെ പിടിച്ചപ്പോഴത്തേക്കിന് ശരിക്കും ഒരു വെണ്ണ കഴിക്കുന്ന ഒരു ഫീലാണ്.
കളഞ്ഞിട്ടില്ല വേണ്ട, അതൊക്കെ നല്ലതായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന. നമ്മളെ പുഴുങ്ങിയെടുത്ത് ബട്ടർനട്ട് ഉണ്ടാവും. അപ്പം ബട്ടർനട്ട് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതേപോലെ തേങ്ങാപ്പാൽ ചേർത്തേ ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. തേങ്ങാപ്പാലും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണേ.